إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله صفيه وخليله تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأصحابه الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين أما بعد فيا أيها الإخوة المؤمنون اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള പിരിസപ്പെട്ട അല്ലാഹുവിൻ്റെ ദീനിലെ മാർഗത്തിലെ പരിശ്രമിക്കരെ അതുകായി ഈ ഖൈറായ നാളിൽ അല്ലാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളായിട്ടിക്കരെ വിശ്വാസിനികളായിട്ടിക്കരെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും നമ്മുടെ എല്ലാ രഹസ്യവും പരസ്യവും ഒരുപോലെ പിടിക്കരെ അല്ലാഹു ജല്ല ജലാലുഹുവായ തമ്പുരാൻ്റെ ഓരോ കൽപ്പനകൾ അവൻ്റെ ഓരോ വിധിവിലക്കുകൾ അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണുണ്ടു അതേ അവസ്ഥയിലായി ഈ ദുന്യാവ് നിന്ന് യാത്ര ചൊല്ലണകും ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണുണ്ടു അല്ലാഹുരട്ടെ പ്രാർത്ഥിക്കണുണ്ടു എല്ലാവരുടെയും നന്നട്ടെയും ഞാൻ ഉപദേശിക്കരെ വസിയത്ത് ചെയ്യരെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ റായത്ത് നമ്മുടെ നാട്ടിൽ നമ്മയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തരെ പേടിപ്പിക്കരെ ഒരു സംഗതിയായിട്ടിക്കറ് മയക്കുമരുന്നിരെ വ്യാപനോട്ട് ചൊല്ലരുത്. ലഹരി
പദാർത്ഥങ്ങളുടെ വ്യാപനോട്ട് ചൊല്ലുന്നത്, അഥവാ ലഹരി മാഫിയാണ്ട് ചൊല്ലുരേ. ഒരു വിഭാഗത്തിരെ ബലവീശുരെ നുഴഞ്ഞു കയറി അങ്ങളുടെ ആ സാമ്പത്തികമായ ചൂഷണം എത്രത്തോളം അത് എത്രത്തോളം അത് സ്പ്രെഡായിട്ട് ചെന്നെങ്കിൽ ഗ്രാമാന്തരങ്ങളിൽ പോലും അത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. എത്രത്തോളം ചെന്നെങ്കിൽ നമ്മുടെ ചെറിയ കൊച്ചു മക്കളെ നാം സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിലെ അമ്മമാർക്ക്, അതിലെ പോഷകന്മാർക്ക്, അതിലെ രക്ഷിതാക്കൾക്ക് അങ്ങളെ ഔത്തോ സ്വസ്ഥമായ നിലക്ക്, സമാധാനമായ നിലക്ക്, നെമ്മതിയോടെ ഇരിക്കൊടുക്കുക സാധ്യമല്ലാത്ത ഒരവസ്ഥയായിട്ട് നമ്മുടെ നാട്ടിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇനി സ്കൂളിൽ പോകാത്ത ചെറുപ്പക്കാരായ മക്കൾ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങിയാൽ പിന്നീട് അങ്ങ് ഔത്തുക മടങ്ങി വേണ്ടത് ഏതവസ്ഥയിലായിരിക്കും, അങ്ങളെ മുഖത്ത് കാണുന്ന ഹാവഭാവങ്ങൾ എങ്ങനെയായിരിക്കും? ഇത് പല രക്ഷിതാക്കളും പല പോഷകരും രക്ഷകരും ആശങ്കപ്പെടുക പേടിക്കരെ ഒരവസ്ഥയായിട്ട് ഇന്ന് സംജാതമായിരിക്കുന്നത്. അത്രത്തോളം ലഹരി മാഫിയ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. മുന്നോളൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഏകദേശം 10 വർഷം മുന്നോളം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നങ്ങോ 25 വർഷത്തിന്റെ മേലെയായിട്ടിന്ന്. പിന്നീട് കൊല്ലങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ അത് കുറഞ്ഞ് വന്ന് ഇപ്പോ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെ എത്തിയിട്ട് ചെന്നെങ്കിൽ LP സ്കൂളിൽ പഠിക്കേ, മനസ്സിലാക്കണം, കോളേജിൽ പഠിക്കുന്നതല്ല, ഹൈസ്കൂളിൽ പഠിക്കുന്നതല്ല, UP പഠിക്കുന്നതല്ല, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലും ചെന്നെങ്കിൽ ചെറിയ കുട്ടികളെ പോലും അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. ഇതൊരു അതിശയോക്തിയല്ല, യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത കാലത്ത് മയക്കുമരുന്നിന്റെ പേരിൽ പിടികൂടിയ ആളുകളെ നോക്കിയപ്പോ അതിൽ വലിയ ഒരു ശതമാനം ചെറിയ LP സ്കൂളിൽ പഠിക്കുന്ന മക്കളായിട്ടുണ്ട് എന്നുള്ളത് എത്രമാത്രം നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. വളരെയേറെ ജാഗ്രതയോടെ നാം ഇതിനെപ്പറ്റി ആലോചിക്കണം, ചിന്തിക്കണം. എങ്ങനെ നമുക്കിതിനെ മറികടക്കൊണക്ക് സാധിക്കും? എങ്ങനെ നമുക്കിതിനെ ഓവർടേക്ക് ആക്കൊണക്ക് സാധിക്കും? വ്യക്തമായ നിലക്കുള്ള ഉത്തരം ആർക്കും നൽകാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയായിട്ട് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ചെന്നെങ്കിൽ മുമ്പൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ഈ ലഹരി പദാർത്ഥം, ഈ മയക്കുമരുന്നിട്ട് ചൊല്ലൊരു സാധനം, അതിനെ ഏത് പേരിലറിയപ്പെട്ടാലും മുന്നക്കെതിരെ കള്ള്, വിസ്കി, ബ്രാൻഡി എന്നൊക്കെയാണ് അതിനെ വിളിച്ചിരുന്നത്. അതൊരു പ്രത്യേകമായ കേന്ദ്രമിന്ത്, ഒരു പ്രത്യേകമായ സെന്ററിന്ത്, അവിടെ പോയാൽ മാത്രമേ അത് വാങ്ങണക്ക് കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് ആ മയക്കുമരുന്ന്, അതിനേക്കാളും ഭയാനകമായിട്ട് പവറുള്ള മയക്കുമരുന്ന് നമ്മുടെ ഔത്തുരെ വീട്ടിലെ ഉൾകയെത്തിക്കഴിഞ്ഞു.
നമ്മുടെ മക്കളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബാഗിലെ ഉൾഗ എത്തിക്കഴിഞ്ഞു. ആ ബാഗിലെ ഉൾഗയിക്കുന്ന ബുക്സിന്റെ ഇടയിൽ എത്തിക്കഴിഞ്ഞു. ആർക്കും മനസ്സിലാക്കണക്ക് സാധ്യമല്ലാത്ത നിലക്ക് ഇതുണ്ട് ചൊന്നെങ്കിൽ ഇതൊരു മയക്കുമരുന്നായിട്ടിക്കറ്, ഇതൊരു ഇൻടോക്സിക്കൻ്റ് ആയിട്ടിക്കറ്, ഇതൊരു ഡ്രഗ് ആയിട്ടിക്കറിട്ട് മനസ്സിലാക്കണക്ക് സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ആ നിലക്കാണ്. മണമില്ല, രുചിയില്ല, ഏത് രൂപത്തിൽ വേണമെങ്കിലും അതിനെ കൊണ്ടു നടക്കണക്ക് സാധിക്കും. മാജിക് മഷ്റൂം ഉണ്ട് ചൊന്തു, ഒരു തരത്തിലുള്ള മയക്കുമരുന്ന്. ഒരു മഷ്റൂമിന്റെ കൂന് മഷ്റൂമിന്റെ ആകൃതിയിലായിട്ടിക്കറ്. വേറെ ചില മയക്കുമരുന്നുകൾ LSD, SP എന്ന് ചൊല്ലുന്നത് ഒരു സ്റ്റാമ്പിന്റെ രൂപത്തിലായിട്ടിക്കറ്. അതൊക്കെ ചെമ്മ വേണ്ട, തെല്ല് മയ്യാവും. ഒരു തെല്ലെടുത്തിട്ട് നാവിന്റെ അടിയിൽ, നാവിനെ എവിടെയെങ്കിലും തുമ്പത്ത് വെച്ചു കൊടുത്താൽ ആ മനുഷ്യൻ മണിക്കൂറുകളോളം ഉന്മാദാവസ്ഥയിലായിട്ടിക്കറ. അവൻ പിന്നെ ഈ ദുന്യാവിലല്ല, അവനക്ക് ഈ ദുന്യാവിന്റെ ഓർമ്മയില്ല, അവനക്ക് അവന്റെ കുടുംബത്തിന്റെ ഓർമ്മയില്ല, അവനക്ക് അവന്റെ അപ്പ അമ്മയുടെ ഓർമ്മയില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള അനുഭൂതി, എക്സ്റ്റാസി, ആനന്ദത്തിൽ ഇങ്ങനെ ആനന്ദത്തിലെ കണിവയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ലോകം, വേറെമേ ഒരു ലോകത്തിലായിട്ടിക്കര് അവനുണ്ടാവുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ, ഇത്തരത്തിലുള്ള ഭയാനകമായ മയക്കുമരുന്നുകൾ നമ്മുടെ ചെറിയ ചെറിയ മക്കളെപ്പോലും അവരെ കയ്യിൽ പോലും കിട്ടുന്ന അവസ്ഥയിലേക്ക്, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിന്നൊരു വിഭാഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക, അങ്ങനെപ്പോലത്തെ മറ്റു അങ്ങനെ ഫ്രണ്ട്സിക്ക് എത്തിച്ചു കൊടുക്കുക. കരിയേഴ്സ്, അതൊക്കെ കരിയേഴ്സിൻ്റെ ചൊല്ലുന്നത്. അങ്ങനെ കരിയേഴ്സുകളായി മാറുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ട്. ഇത് നാം നല്ല ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കണം. നമ്മുടെ ഗ്രാമങ്ങളിലുള്ള വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചും കൊണ്ടായിട്ടിക്കറ് ഈ മയക്കുമരുന്നുകളെല്ലാം തന്നെ എത്തുപാട്ടുന്നത്. അങ്ങനെ ആ സ്കൂൾ കുട്ടികളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് ഈ മയക്കുമരുന്നുകൾ എത്തിച്ചു കൊടുക്കരെ വളരെ ഭയാനകമായ, ഭീകരമായിട്ടിക്കരെ കാഴ്ചകളാണ് നമുക്ക് കാണുക കഴിയുന്നത്, കേൾക്കണക്ക് കഴിയുന്നത്. ആർക്കും മനസ്സിലാക്കണക്ക് സാധ്യമാകുന്നില്ല. നന്റെ മോളെ ബാഗിലെ ഉൾക അല്ലെങ്കിൽ ബുക്കിലെ ഉൾക ഇങ്ങനെ ഒരു മയക്കുമരുന്നുണ്ട് മനസ്സിലാക്കുന്നത് സാധ്യമാകുന്നില്ല. കാരണം ആ അവസ്ഥയിലാണ്, പേപ്പർ ടൈപ്പിലാണ്. ഈ അടുത്ത കാലത്ത് ഇതിനെ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് കുറെ മയക്കുമരുന്ന് പിടിച്ച് തക്കൂടത്തിൽ MDMA ചൊല്ലുന്ന മയക്കുമരുന്ന് കേൾക്കുമ്പത്തു ഏതോ മെഡിക്കൽ സയൻസിന്റെ ഡിഗ്രിക്ക് പഠിക്കുക, അല്ലെങ്കിൽ ആ ഡിഗ്രി എടുത്ത MD അല്ലെങ്കിൽ MA ആർട്സ് കോളേജിലെ മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളുണ്ട് കേൾക്കുമ്പോ തോന്നും. അല്ല, അത് മയക്കുമരുന്നിന്റെ പേരായിട്ടിക്കറ്. മെഥിലൈൻ ഡയോക്സി മെഥമഫെറ്റാമിൻ ചൊല്ലുറേ, MDMA ചൊല്ലുற ആ മയക്കുമരുന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മയക്കുമരുന്നിട്ട് ചൊന്നെങ്കിൽ അതിന്റെ ഭയാനകത നിങ്ങൾ മനസ്സിലാക്കണം. അത് ചെമ്മ വേണ്ട, അത് രുചിയില്ല, മണമില്ല, അത് ഒരു ഗ്രാം വേണ്ട, ഒരു മൈക്രോഗ്രാം മാത്രം മയ്യാവും. ചിലപ്പോ അത് പേപ്പർ ടൈപ്പിലായിരിക്കും മിക്കരുത്. ആർക്കും പിടിക്കല ഉത്തരങ്ങൾക്കു പേപ്പർ ടൈപ്പിൽ ഒരു സ്റ്റാമ്പിന്റെ ആകൃതിയിൽ അതിനെ ഒരു തെല്ല്, ഒരു മൈക്രോഗ്രാം നാവിലെ അടിയിൽ വെച്ചു കൊടുത്താൽ 48 മണിക്കൂർ, എത്ര 48 മണിക്കൂർ അവൻ ഈ ലോകത്തില്ല. 48 മണിക്കൂർ അവൻ ഉന്മാദത്തിലാണ്, അവന് വേറെ ഒന്നും ഓർമ്മയില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിന് പിന്നാലെ ആരാണ് ചെമ്മേ ഇക്കരുത് കേട്ടെങ്കിൽ ആരെയാണ് ഈ ഡ്രഗ് മാഫിയ ചൂഷണം ചെയ്യരുത് നോക്കുന്നെങ്കിൽ ഈ സ്കൂൾ പഠിക്കുന്ന മക്കളെ ആയിട്ടിക്കര്. എന്ത് ഈ മക്കളെ വല വീശറ്, എങ്ങനെ നമുക്ക് ഇതിൽ രക്ഷപ്പെടുത്തേണ്ടത് സാധിക്കും? ഇതിനെ പറ്റിയാണ് നാം ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ മക്കളെ പിടികൂടുന്നത്?
ഈ ലഹരി മാഫി മക്കളെ പിടികൂടാനുള്ള കാരണം, ഇങ്ങളെ കെണി വലയത്തിൽ പെടുത്തുകൊണ്ടുള്ള കാരണം അങ്ങളെ പ്രായം കൊണ്ട് ചൊന്നെങ്കിൽ അങ്ങനെയാണ്. ടീനേജ് അല്ലേ അങ്ങളെ വിളിക്കുന്നത് അങ്ങനെയാണ്, ടീനേജ് കൊണ്ട് ചൊന്നെങ്കിൽ ടീന് പണ്ട് ആ ഏജ് 13, 14, 15, 16 ചൊല്ലുക. ആ ഏജ് അഡോളസെന്റ് ചൊല്ലും, ചെറുപ്പപ്രായം. ഈ ചെറുപ്പപ്രായോട് ചെന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രായമായി ചെന്നെങ്കിൽ ധാരാളം ഹോർമോണുകൾ നിങ്ങളുടെ ബോഡിയിലേക്ക് വേണ്ട ആ സമയം, ആ പ്രായം ചെമ്മ ഹോർമോണുകൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ആ സമയത്ത് അങ്ങക്ക് വല്ലാത്ത ഒരു ധൈര്യമിക്കും. നമുക്ക് ചിലരെ ചോര തിളക്കുന്ന ടൈം ഉണ്ടോ? അതെ, നമുക്ക് ആ പ്രായം ദാട്ടി വന്നാങ്ങോ അല്ലേ? ചോര തിളക്കുന്ന പ്രായം, ധാരാളം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രായം. ആ പ്രായത്തിൽ അങ്ങക്ക് വല്ലാത്ത ഒരു ആവേശം വിൽക്കാറ്. എന്താവും തെല്ലിങ്ങനെ ഉൾക്കാക്കിയെങ്കിൽ എന്താണ് കുഴപ്പമുള്ളത് നോക്കാം, സാമ്പിളൊക്കെ ഒന്ന് നോക്കാം. ഒരു തെല്ല് പേപ്പറിന്റെ കഷ്ടമല്ലേ നാവൂരടിക്ക വെച്ചെങ്കിൽ എന്താ കുഴപ്പമുള്ളത്? തെല്ലിങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തെങ്കിൽ എന്തിനാ കുഴപ്പമുള്ളത്? തെല്ല് ഉൾക്കാക്കിയെങ്കിൽ എന്തിനാ കുഴപ്പമുള്ളത്? ഇങ്ങനെയുള്ള ഒരു പ്രശ്നിക്കരെ ചോദിക്കരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ആ കാലം, ആ പ്രായം, ഇതിനെയാണ് ലഹരി മാഫിയ ദുരുപയോഗപ്പെടുത്തുന്നത്. ലഹരി മാഫിയ ആ സമയത്ത് നിങ്ങളെ വന്നിട്ട് നിങ്ങളെ സമീപിക്കും. അത് പിടിക്കല ഏതെല്ലാം രൂപത്തിലാണ് വേണ്ടതുണ്ട്. ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സുകളായിരിക്കും, അല്ലെങ്കിൽ ആ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സുകളായിരിക്കും. അങ്ങമല്ല വന്നിട്ട് നീ എന്തിനൊക്കെ ഇത്രയെല്ലാം പ്രയാസപ്പെട്ടത്, നിക്ക് ചെമ്മ എന്തെങ്കിലും ചിലപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന മക്കളായിരിക്കും, അല്ലെങ്കിൽ ധാരാളം കീശയിൽ കാശുള്ള മക്കളായിരിക്കും, പണക്കാരുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ പഠിക്കണക്ക് കൈയാണ് ചെമ്മ ബുദ്ധിമുട്ടുള്ള മക്കളായിരിക്കും. മാത്തമാറ്റിക്സ് ഇതൊക്കെ ബുദ്ധിമുട്ടാ അവർ പഠിക്കണോ? സയൻസ് എത്ര പഠിക്കൊണ്ടോ വല്ലാത്ത ടെൻഷനിലിരിക്കും. ആ സമയത്തായിരിക്കും ഈ ഡ്രഗ് മാഫിയ അങ്ങനെ മുട്ട വന്നിട്ട് ചൊല്ലത്, എന്തിനൊക്കെ നീ തെല്ലിതൊന്നു തെല്ലുമൈ പൈസ ഒന്നും കൊടുക്കണില്ല, ആദ്യം ഓരോരുത്തർ ഒരു കാശും വാങ്ങൂല, തെല്ലുമയ്യാവും, തെല്ലു നീ ഇതിനെ ഉൾക്കാക്ക്. അങ്ങനെ ഒരു അല്പം ആ ഡ്രഗ്സ് ഇങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ കളിക്കും. ആ കളിക്കുമ്പോത്തും അപ്പോ അങ്ങളെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്ന ഒരു ഹോർമോൺ ആയിട്ട് ഡോപ്പമിൻ ഹോർമോൺ ഉണ്ട് ചൊല്ലുന്ന ഒരു ഹോർമോൺ. ഈ ഡോപ്പമിൻ ഹോർമോൺ അങ്ങളെ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്നത് ഇത് മനുഷ്യന്റെ ഫിസിയോളജിയുമായി ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ട് ഈ സ്കൂൾ മക്കളെ ഇങ്ങനെ ഫോക്കസ് ആക്കാറ്, കോൺസെൻട്രേറ്റ് ചെയ്യാറ്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ ഡോപ്പമിൻ ഹോർമോൺ ഇങ്ങനെ ഒരു പ്രാവശ്യം അവന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും അത് ഉൽപ്പാദിക്കൊണ്ടിട്ടുള്ള ഒരു ത്വര, ഒരു ചിന്ത ആ മനുഷ്യനുണ്ടാവും. അങ്ങനെ പിന്നീട് അവൻ അതിൻ്റെ അടിമയായിട്ട് മാറുക. അങ്ങനെ അവൻ ശൈത്താനിന്റെ വലയത്തിലാവുക. ശൈത്താനിന്റെ വലയത്തിലായാൽ പിന്നെ എന്തിനായിരിക്കും പ്രിയമുള്ളവരെ അവന്റെ അവസ്ഥ? പരിശുദ്ധ ഖുർആൻ നോക്കണം. ഒരു കാലമുണ്ടായിരുന്നു, ജാഹിലിയ കാലഘട്ടം അല്ലേ? ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഡാർക്ക് ഏജ് ഉണ്ട് ചൊല്ലുന്ന ഇരുട്ടിന്റെ യുഗം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തും റിസാലത്തും എല്ലാം കിട്ടുന്നതിന് മുന്നുള്ളത്തെ ആ കാലഘട്ടം അങ്ങോ കള്ളിന്റെ അടിമകളായിരുന്നു, കള്ളിന്റെ ഉടമകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ പലരും കള്ളിന്റെ അടിമകളായിരുന്നു. കാരണം കള്ളിനെ ഒറ്റയ്ക്കല്ല ഇസ്ലാം നിരോധിച്ചത്. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാൻ സാധിക്കും 3 വിധത്തിലുള്ള ആദേശമായിട്ടിക്കറ, 3 വിധത്തിലുള്ള ആജ്ഞയായിട്ടിക്കറ കള്ളിന്റെ കാര്യത്തിൽ, അമലു വസ്തുവിന്റെ കാര്യത്തിൽ അല്ലാഹു തആല ആയത്ത് അവതരിപ്പിച്ചത്. കാരണം എന്തേ? അത് കള്ളിട്ട് ചൊന്നെങ്കിൽ അങ്ങളെ ജീവിതത്തിൽ അത്രമാത്രം അഡിക്റ്റ് ആയിട്ടുണ്ട്. അങ്ങക്കതിന് വിടണക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ ചൊന്നെങ്കിൽ ഭക്ഷണ സാധനം പോലെ ഒരാൾക്ക് ഭക്ഷണ സാധനം ഒഴിവാക്കണക്ക് സാധ്യമല്ലല്ലോ, അതുപോലെ ആയിട്ടും തങ്ങളുടെ ജീവിതത്തിൽ ഈ അമല് പദാർത്ഥം കൊണ്ട് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റടിക്കതിനെ നിരോധിക്കാതെ 3 ഘട്ടമായിട്ട് അതിനെ നിരോധിച്ചത്. അങ്ങനെ അവസാനത്തെ ഘട്ടത്തിൽ വളരെ കർശനമായിട്ടുള്ള നിരോധനമാണ് വേണ്ടത്. ഒന്നാമത്തെ ഘട്ടത്തിലെ നിരോധം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ കാണാം. രണ്ടാമത്തത് സൂറത്തുൻ നിസായിൽ കാണാം. മൂന്നാമത്തത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിൽ കാണാം. അവിടെ അല്ലാഹു തആല ചൊല്ലുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ,
ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. സത്യവിശ്വാസികളെ നോക്കറു, കള്ളിട്ട് ചൊന്നെങ്കിൽ കള്ള് അതേ അമല് വസ്തു, അതേപോലെ തന്നെ ജൂതാട്ടം, അതേപോലെ തന്നെ വിഗ്രഹങ്ങൾക്ക് ബലി കൊടുക്കരെ കല്ല് ബലിപീഠം, അതേപോലെ തന്നെ ഈ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെല്ലാം തന്നെ വേർതിരിച്ച് കാണിക്കൊണ്ടുള്ള അമ്പ്, അങ്ങനെ 2, 3, 4 കാര്യം ചൊന്ത് ഇതെല്ലാം തന്നെ റിജ്സും മിൻ അമലി ശൈത്താൻ. ഇത് മ്ലേച്ഛമായിട്ടിക്കറ്, ഇത് മോശമായിട്ടിക്കറ്, നീചകൃത്യമായിട്ടിക്കറ്, ശൈത്താനിന്റെ പ്രവൃത്തിയിൽപ്പെട്ടതായിട്ടിക്കറ്. മിൻ അമലി ശൈത്താൻ. അതുകൊണ്ട് ഫജ്തനിബൂഹു, നിങ്ങൾ ഇതിനെ വർജിക്കണം. ഫജ്തനിബൂഹു, നിങ്ങൾ വർജിക്കണം. എന്നെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യശസ്സു ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രഗതി വേണോ, നിങ്ങൾ ഇതിനെ ഒഴിവാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം വേണോ, യശസ് വേണോ, നിങ്ങൾ ഇതിനെ ഒഴിവാക്കണം, വർജിക്കണം. പരിശുദ്ധ ഖുർആൻ ശൈത്താനിന്റെ പ്രവൃത്തിയാണ്. ആ ശൈത്താനിന്റെ നീചമായ പ്രവൃത്തിയായിട്ട് കള്ള്, മദ്യം, അമല് വസ്തു കൊണ്ട് അല്ലാഹു തആല ചൊല്ലുറു. അപ്പൊ ശൈത്താനിന്റെ പ്രവൃത്തി കൊണ്ട് ചൊല്ലുമ്പോ ശൈത്താനിന്റെ ഹജ്ജ, അവന്റെ കാലടി ആരെങ്കിലും പിൻപറ്റി പോയാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും, അവൻ എവിടെയാണ് എത്തുക, അതും അല്ലാഹു നമുക്ക് ചൊന്നു തന്ന്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനുകളെ, ശൈത്താനിന്റെ കാലടി, ശൈത്താനിന്റെ ഹജ്ജ കുർത്തുകൾ നിങ്ങൾ ഫോളോ ആക്കരുത്, നിങ്ങൾ അനുസരിക്കരുത്. അങ്ങനെ ആരെങ്കിലും അനുസരിച്ചു പോയാൽ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താനിന്റെ ഹജ്ജ കുർത്തു, അവന്റെ കാലടി ആരെങ്കിലും പിൻപറ്റി പോയാൽ, അനുസരിച്ചു പോയാൽ, അവൻ പിന്നെ എന്തിനാക്കരുത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാ, അവൻ നിങ്ങളട്ടെ ഫഹ്ശാ അവൻ കൽപ്പിക്കറ. ഇതാണ് ശൈത്താൻ ചെയ്യരുത്. ഫഹ്ശാ എന്ന് ചൊന്നെങ്കിൽ എന്തിനെ, നീചമായ കൃത്യം, വളരെ മോശമായിട്ടിക്കര, ലൈംഗികമായിട്ടിക്കര, ആഭാസത്തിരത്തുകാണ് ഫഹ്ശാ എന്നുള്ള വാക്ക് ചെമ്മയായിട്ട് ഉപയോഗിക്കരുത്. ഈ അമല് പദാർത്ഥം ഒരു മനുഷ്യൻ സേവിച്ചു കഴിഞ്ഞാൽ അവനക്ക് പിന്നെ അവന്റെ ഉമ്മയെ ഉമ്മയായിട്ട് കാണുക സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടാണ് ചൊന്നത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, അൽ ഖംറു ഉമ്മുൽ കബായിർ, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, ഖബീസ, എല്ലാ നീച കൃത്യങ്ങളുടെയും ഉമ്മ, അതിന്റെ മദർ, അതിന്റെ കേന്ദ്രം കള്ളായിട്ടിക്കറ്, അമല് വസ്തുവായിട്ടിക്കറ്. ഇത്ര ഗൗരവത്തിൽ അല്ലാഹും റസൂലും വേറെ ഒരു പാപകൃത്യത്തെ ഖുർആനിലോ ഹദീസിലോ ചൊന്നതായിട്ട് കാണുക സാധ്യമല്ല. വലിയ വലിയ പാപങ്ങളൊക്കെ ഉണ്ട്, കൊലപാതകം, മർഡർ, അല്ലേ? കൊലപാതകമൊക്കെ നടത്തിയാൽ, അന്യായമായ നിലക്ക് കൊലപാതകമൊക്കെ നടത്തിയാൽ ആരെയായാലും അവനൊക്കെ കാലാകാലം നരകത്തിൽ പോകേണ്ടി വരും. ഖുർആനാണ് അന്യായമായ നിലക്ക് നടത്തിയെങ്കിൽ. പക്ഷെ ഇത്തരം ഗൗരവത്തിൽ ഈ സ്വരത്തിൽ അല്ലാഹു തആല അതിനെ ചൊന്നിട്ടില്ല, റസൂലും ചൊന്നിട്ടില്ല. അതേപോലെ തന്നെ സിന, ബഡ്ഡി, ഇതൊക്കെ വലിയ വൻ പാപമാണ്. പക്ഷെ ഈ ഗൗരവത്തിൽ അമൽ വസ്തുവിനെ സംബന്ധിച്ച് ഇവിടെ ചൊന്ന പോലത്തെ ഗൗരവത്തിൽ ചൊന്നിട്ടില്ല. ഇവിടെ അല്ലാഹു തആല ചൊല്ലുന്നത്, പിശാചിന്റെ കാൽപ്പാടിനെ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ നിങ്ങളെ കൽപ്പിക്കരുത്, നീചകൃത്യമായിട്ടിക്കറ് ചൊന്നെങ്കിൽ വളരെ ലൈംഗികമായ നീചകൃത്യം. എത്രയോ അമല് പദാർത്ഥങ്ങൾ സേവിച്ച ഞങ്ങളെ ചരിത്രം, ഞങ്ങളെ ഉമ്മമാർ ഉൾപ്പൊട്ടും കൊണ്ട് ആ പോലീസുമാരുടെ നിയമപാലകരുടെ ചൊന്ന സംഭവങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നിട്ടുണ്ട്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, 35-40 വയസ്സ് പ്രായമായ ഒരു സ്ത്രീ, ഒരു ഉമ്മ, തന്റെ ഭർത്താവ് മരിച്ച് കുറെ കഴിഞ്ഞ് പിന്നെയും വല്ലാതെ വിഷാദ രോഗത്തിലായി ഉൾപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആ ഉമ്മാരെ വിളിച്ചിട്ട്, എന്തിനാ നിങ്ങൾ ഇത്ര ബേജാറാവരുത്, എന്തിനൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇതാവരുത്, ഭർത്താവ് മരിച്ചു പോയി പ്രശ്നമില്ല, നിങ്ങൾക്ക് 15 വയസ്സ് പ്രായമുള്ള നല്ല സുന്ദരനായ ഒരു മോനുണ്ടല്ലോ, നിങ്ങൾ എന്തിനെ പേടിക്കരുത്, ആ മോനെ നല്ല ചന്തത്തിൽ നോക്കി നല്ല പടിപ്പാട്ടി ആ മോൻ നിങ്ങൾ വളർത്തൂലേ. ഉമ്മ പുൾപ്പെടുന്നു നക്ക ആ മോന്റെ കാര്യത്തിലായിട്ട് പേടി.
നക്ക് ആ മോന്റെ കാര്യത്തിലായിരിക്കും പേടി. നക്ക് ജാവു നന്റെ റൂമുകൾ ലോക്കിടാണ്ട് ഉറങ്ങണക്ക് പേടിയാവൂ നന്റെ മോനെ ഓർത്തിട്ട്. ഉമ്മ ചൊന്ന മറുപടി ആയിരിക്കും പ്രിയമുള്ളവരെ, തൻ്റെ മോനെ സംബന്ധിച്ച് ഉമ്മ ചൊന്ന മറുപടി ആയിട്ടിക്കറ്. കാരണം നാ ഡ്രസ് ഇടുമ്പത്തോ നാ ഡ്രസ് മാറ്റുമ്പത്തോ ഡ്രസ് ഇടുമ്പത്തും എൻ്റെ മോൻ തന്നെ വല്ലാത്ത നോക്കറ. ആ നോട്ടം വല്ലാത്ത മോശമായ നിലക്കായിരിക്കണോ നോക്കരുത്. നക്ക് പേടിയാവൂ. നാ ജാവ് ഉറങ്ങുമ്പത്തോ എൻ്റെ റൂമുകൾ ലോക്കിട്ടിട്ടാണ് ഉറങ്ങുന്നത് എൻ്റെ മോനെ പേടിച്ചിട്ട്. കാരണം ആ മോൻ അമലിനെ അടിമയായിട്ട് മാറിയാ. അള്ളാഹു ചൊന്ന പളക്ക ശൈത്താനിന്റെ കാൽപ്പാട് പിൻപറ്റിയാൽ എല്ലാ തിന്മകൾക്കുള്ളയും എല്ലാ ദുഷ്കൃത്യങ്ങൾക്കുള്ളയും എല്ലാ നീചകൃത്യങ്ങൾക്കുള്ളയും ഉമ്മയായിട്ടിക്കരെ മാതാവായിട്ടിക്കരെ ഹബീബായ റസൂൽ ചൊല്ലുറോ. ആ കല്ലങ്ങ് സേവിച്ചു കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹുവിന്റെ റസൂൽ പിന്നെ ചൊല്ലുന്ന പളക്കെന്തിനായിട്ട് നോക്കാറോ. ആ അമൽ പദാർത്ഥം അവൻ സേവിച്ചു കഴിഞ്ഞാൽ അവനക്ക് അവന്റെ ഉമ്മാനെ ഉമ്മയായിട്ട് തോന്നുകയില്ല. അവന്റെ ഉമ്മാൻ അവനക്ക് ഒരു പെഞ്ഞായിയെ പോലെയാണ് തോന്നുന്നത്. അവന്റെ സഹോദരിയെ, സ്വന്തം അനിയത്തിയെ, ജ്യേഷ്ഠത്തിയെ, പെങ്ങന്മാരെ അവനക്ക് ഒരു പെങ്ങന്മാരായിട്ട് തോന്നൂല. അവനക്ക് തോന്നുന്നത് അവന്റെ പെഞ്ഞായിയെ പോലെയാണ്. അവന്റെ ഉമ്മര ഇളയോള മൂത്തോളെ ഉമ്മര സ്ഥാനത്തുള്ള അവന്റെ ഇളാമ, അവന്റെ അമ്മായി, അവന്റെ അപ്പര സ്ഥാനത്തുള്ള അപ്പര ഇളയോള മൂത്തോളെ അവനക്ക് കാണുന്നത് അവന്റെ പെഞ്ഞായിയെ പോലെയായിരിക്കും. ഹബീബായ റസൂൽ നമുക്ക് തന്റെ എച്ചരിക്കയായിട്ടിക്കറ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര ശക്തമായ ഭാഷയിലായിട്ടിക്കറ് പരിശുദ്ധ ഖുർആൻ അവസാനമായി അവതരിപ്പിച്ചത്. നിങ്ങൾ വർജിക്കണക്ക് തയ്യാറുണ്ടോട്ടുള്ള ക്വസ്റ്റ്യൻ മാർക്കിലാണ് അല്ലാഹു ആയത്ത് അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലുറോ, ഈ ആയത്ത് ഇറങ്ങുമ്പോഴത്തോ ഞാൻ അബൂ തൽഹായുടെ കള്ളിന്റെ ഷോപ്പിൽ നിന്ന് കള്ള് വിളമ്പി കൊടുക്കുക. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുറോ, അബൂ തൽഹാട് ചെന്നെങ്കിൽ വലിയ പണക്കാരനായിട്ട്, വലിയ പണക്കാരൻ. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അബ്ബ മരിച്ചപ്പോ പിന്നെ ഈ അബൂ തൽഹാണ്ട് ചൊല്ലുന്ന ആളായിട്ട് അനസ് റളിയല്ലാഹു ഉമ്മാനെ മങ്ങിലാവരുത് പിടിയായിട്ടല്ലേ. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന അബൂ തൽഹായുടെ കള്ളിന്റെ ഷോപ്പിൽ നാണിതാ കള്ളിങ്ങനെ വീത്തി കൊടുക്കുന്ന സന്ദർഭത്തിലായിട്ട് ഒരാൾ വന്ന് ചൊല്ലുന്നത്, അല്ലാഹുവിന്റെ റസൂലിക്ക് ഇങ്ങനെ ആയത്തിറങ്ങിയിടല്ലേ, നിങ്ങൾക്ക് പിടിയില്ലേ? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഒഴിവാക്കണക്ക് തയ്യാറുണ്ടോ? നിങ്ങൾ വിടണക്ക് തയ്യാറുണ്ടോ? കള്ളരെ നിങ്ങൾ വിടാറായില്ലേ? നന്റെ പളക്ക നിങ്ങൾ അനുസരിക്കാറ് അല്ല ശൈത്താനിന്റെ ഹജ്ജ് കുറിച്ച് നിങ്ങൾ അനുസരിക്കാറോ? ഈ ആയത്ത് കേട്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു അബൂ തൽഹ ചൊല്ലുന്നുണ്ട്, നിന്റെ യജമാനൻ നിന്റെ ബോസ് നിന്നിട്ട് ചൊന്തു, അനസേ ആ കള്ളരെ വീപ്പകൾ ഒളിച്ചു കളയോറു, വേണ്ട തെല്ല് പോലും ഇതാക്കണ്ട, എല്ലാം ഒളിച്ചു കളഞ്ഞു, എല്ലാം അതിനെ പറ്റിച്ചു കളഞ്ഞു. നോക്കണം എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ ഞങ്ങൾ അവസാനിപ്പിച്ചു, ഇനിയില്ല അല്പം പോലും കുടിച്ചു നോക്കാൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയെടുത്തായിരിക്കുന്ന ആ സമുദായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയെടുത്ത സമുദായം അങ്ങനെയായിരുന്നു. ഒരു നേരം അങ്ങക്ക് കള്ള് കുടിക്കണമെന്ന് കിട്ടിയില്ല എങ്കിൽ ശരീരം ഇങ്ങനെ വിറക്കുമായിരുന്നു. പിടിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിച്ച ആളുമാരുടെ അവസ്ഥയാണ് ചൊല്ലുന്നത്. ഒരു നേരത്തെ കള്ള് കുടിക്കണക്കുള്ള ആ സമയത്ത് അങ്ങക്ക് കള്ള് കിട്ടിയില്ല എങ്കിൽ ശരീരം ഇങ്ങനെ വിറക്കുമായിരുന്നു. ചെന്നെങ്കിൽ അങ്ങോ ആൽക്കഹോളിക്കായ ആ ഒരു അവസ്ഥ, ഇൻടോക്സിക്കേറ്റ് ആ ഒരു അവസ്ഥ പിടിയായിട്ടല്ലേ. അങ്ങനെ ഒരു നേരത്തെ കള്ള് കുടിക്കൊണ്ടു കിട്ടാതെ വിറച്ചിരുന്ന ആ വിഭാഗം ആളുകൾ പിന്നീട് കാണുന്നത് എങ്ങനെയാണ്? ഒരു നേരത്തെ ഇമാമുൻ ജമാഅത്ത് പള്ളിയിൽ നഷ്ടപ്പെട്ടു പോയാൽ പള്ളിയുടെ മൂലക്ക് തെച്ചിട്ട് ബുൾപുടുന്ന വിഭാഗമായവർ മാറി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നാം മനസ്സിലാക്കണം. പിന്നീട് അങ്ങോ ഒരു നേരത്തെ ഇമാമുൻ ജമാഅത്ത് പള്ളിയിൽ നഷ്ടപ്പെട്ടു പോയാൽ അങ്ങ് പിന്നീട് ആരായി? പള്ളിയുടെ മൂലയിൽ വെച്ചിട്ട് ഉൾപ്പെടുന്ന അവസ്ഥയായി മാറി. നോക്കണം, എഡിക്ഷൻ. മുന്നോളം അങ്ങ് ഡ്രഗിന് എഡിക്ഷൻ ആയിട്ടിരുന്നാണ്, ഇപ്പൊ വേറെ ഒരു എഡിക്ഷൻ.
രണ്ടും എഡിക്ഷനാണ്. എഡിക്ഷൻ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആദ്യമുള്ള എഡിക്ഷൻ എന്തിനെ? ഡ്രഗിന് എഡിക്ഷൻ ആയിട്ട്. പിന്നീട് അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ അങ്ങനെ ഓതി കേൾപ്പാട്ടിയിട്ട് അങ്ങനെ നല്ല ഒരു സമൂഹമായി വാർത്തെടുത്തപ്പോ അങ്ങക്ക് അല്ലാഹുവിനെ പിടിയായിട്ട് ആഖിറത്തിനെ പറ്റി അങ്ങ് മനസ്സിലാക്കിയാറ്. അങ്ങനെ പടച്ചവനെ പിടിയായപ്പോ പിന്നെ അങ്ങ് ആരായി മാറിയാറ്? അല്ലാഹുവിന്റെ എഡിക്ഷൻ ആയിട്ട് മാറിയാറ്. ഡ്രഗിന്റെ എഡിക്ഷന്റെ വിട്ടിട്ട് അല്ലാഹുവിന്റെ എഡിക്ഷനിലേക്ക് ചേഞ്ച് ആവുന്ന ഒരവസ്ഥ. ഈ ചേഞ്ചസ് ആയിരിക്കണം പ്രിയമുള്ളവരുടെ നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടത്. വളരെ ജാഗ്രതയായിരിക്കണം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രമാത്രം ഡ്രഗ് മാഫിയ നമ്മുടെ ഇടയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. വളരെയേറെ ജാഗ്രതയുണ്ടാകണം ആ വിഷയത്തിൽ. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായ നിലക്കുള്ള പരിഗണന നമുക്കുണ്ടാകണം. അങ്ങ് ആരെല്ലാം കൂട്ടുകെട്ടാറ്, അങ്ങ് എവിടേക്കെല്ലാം പോണ്ടാറ്. പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ ചില വീടുകളിലൊക്കെ അമ്മമാരോട് ചോദിക്കാണ് മക്കളെ ഇറങ്ങിപ്പോകരുതൊക്കെ നമുക്ക് കാണുന്നത്. ജാഗ്രതയുള്ളവരാകണം അമ്മമാരെ. ഇല്ല എങ്കിൽ നിങ്ങൾ ഉൾപ്പെടേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അള്ളാഹുവോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കണ്ണിന് കുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഇമാമിനാ വഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട്, മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട് അതിന് പിറവിൽ കൂടിയ ലഹരി മാഫിയകൾ ഏതെല്ലാം നിലക്ക് ഇന്ന് സമാജത്തിൽ ഇറങ്ങി എക്സ്പ്ലോയിറ്റ് ചെയ്യാറ്, ചൂഷണം ചെയ്യാറ്, സാമ്പത്തികമായി ശോഷണം നടത്താറ്. അതെല്ലാം തന്നെ ബലിയാടാകരുത്, ബലിപശുക്കളാകരുത്, നമ്മുടെ കൊച്ചുമക്കളായിട്ടിക്കര് എന്ന യാഥാർത്ഥ്യം അതിനെ സംബന്ധിച്ചായിട്ടിക്കര് കുറേ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയത്. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഈ വിഷയകമായിട്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വരും ഖുത്ബകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെയേറെ ജാഗ്രത വേണം. മക്കളോടൊക്കെ പ്രത്യേകമായി നിർദ്ദേശിക്കണം. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ പേപ്പർ പോലത്തതോ പൗഡർ പോലത്തതോ എന്തെങ്കിലും തന്നാൽ അത് വാങ്ങരുത്, സ്വീകരിക്കരുത്. മക്കളോടൊക്കെ നിരന്തരമായ നിലക്ക് ഉപദേശിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുപോലെ ആ മക്കൾ ആരെല്ലാം കൂട്ടുകാരായി ഉണ്ട്, അങ്ങക്ക് ആരെല്ലാം ഫ്രണ്ട്സുകളുണ്ട്, അതൊക്കെ നല്ലപോലെ നിങ്ങൾ പരിശോധിക്കണം. എന്തെങ്കിലും അവരുടെ സംശയിക്കുന്ന വല്ലതും കാണുമ്പോൾ അവരെ ദൂരെയാക്കാൻ ശ്രമിക്കണം. മയ്യാവുല പോരാ, മക്കൾ കൂട്ടുകൂടുതാരട്ടല്ല, നിങ്ങളെ കൂട്ടുകാരാരാണ് അതുപോലും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളാരെല്ലാം ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക്, അതും നല്ല പോലെ ജാഗ്രതയുള്ളവരാകണം. ചിലപ്പോൾ നിങ്ങളെ
ഫ്രണ്ട്സിലൂടെ ആയിരിക്കും എത്തുക. കാരണം നമ്മുടെ അബ്ബയുടെ ഫ്രണ്ട്സ് അല്ലേ, പ്രശ്നമല്ലേ, അബ്ബയുടെ കൂട്ടുകാരനല്ലേ. ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും ഈ ലഹരി മാഫിയ കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലോണം ജാഗ്രത വഹിക്കണം. അതിന് പുറമെ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അതിന് പുറമെ നമ്മുടെ മക്കളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സംബന്ധിച്ച് ആഖിറത്തിനെ സംബന്ധിച്ച് ഒക്കെ അവരെ നാം അപ്പോൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനുള്ള അവസരങ്ങൾ അവർക്ക് നാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യരെ, അതേ സ്വന്തം കുടുംബത്തിക്ക് ഗുണം ചെയ്യരെ, നാടുക്ക് ഗുണം ചെയ്യരെ, സമാജത്തിക്ക് ഗുണം ചെയ്യരെ. നല്ല മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി കുറേ പേര് ദ്വാരക്കണക്കെല്ലാം ചൊന്നറ്, അത് നാം ഇതിനടുത്ത് നടത്താൻ പോയതാണ്. അതായത് ഒന്ന് നമ്മുടെ നന്ദാവരത്തെ പള്ളിയിലെ ഈ ഉള്ളവൻ കുറേ കാലം അവിടെ ഖത്തീബായിട്ടിരുന്ന അവിടുത്തെ പള്ളിയിലെ പ്രസിഡൻ്റായിട്ടിരുന്ന അബ്ദുള്ള കണ്ടു ചൊല്ലറെ, അയാൾ ഒരു മകളുടെ ഒരു വലിയ മേജർ ഓപ്പറേഷൻ ഉണ്ട് നടക്കാനുള്ള വിഷയം കിട്ടിയിട്ട് അദ്ദേഹം പ്രത്യേകമായിട്ട് ദ്വാരക്കണക്ക് ചൊന്നൂറും. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ആ മകളുടെ ഓപ്പറേഷൻ പൂർണ്ണമായ നിലക്ക് സക്സസ് ആക്കി കൊടുക്കുമാറാകട്ടെ, പൂർണ്ണമായ നിലക്ക് വിജയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തോടെ ശിഫയോടെ ജീവിതത്തിലേക്ക് ആ പെണ്ണുമകളെ അല്ലാഹു തആല മടക്കിക്കൊണ്ട് വരുമാറാകട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ പിടിയുള്ള കാര്യമാണ്, 2-3 ദിവസം മുന്നോളോ ബോളിയാറിലെ അഷ്റഫുണ്ട് ചൊല്ലറ ഒരാൾ വളരെ ദാരുണമായ നിലക്ക് ശിവമകത്തേക്ക് എന്തോ സാധനം മരുന്നോ എന്തോ വാങ്ങുക പോയി മടങ്ങി വരുമ്പോഴത്തെ ഒരു പ്രൈവറ്റ് ബസ്സുമായി ഖാസഗി ബസ്സുമായി കൂട്ടിമുട്ടിയിട്ട് സ്ഥലത്ത് തന്നെ സ്പോട്ടിൽ തന്നെ ദാരുണമായ നിലക്ക് മരിച്ചു പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന് ആഖിറത്തിൽ അല്ലാഹു തആല വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് കുടുംബത്തിന് സബൂർ ചെയ്യുവാനുള്ള, ക്ഷമിക്കുവാനുള്ള, സഹിക്കുവാനുള്ള ശക്തി അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ വേറെ നമ്മുടെ ദാറുൽ ഖൈറിൻ്റെ കീഴിലുള്ള ഒരു അറബി കോളേജ്, ആ അറബി കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ പെങ്ങൾക്ക് മാനസികമായ ചില രോഗങ്ങളൊക്കെ ബാധിച്ച് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒന്നും സുഖമില്ലാതെ കിടക്കുകയാണ്. അത് കണ്ടിട്ട് അതിൻ്റെ ഉമ്മാക്കും അതേപോലത്തെ ഒരു അവസ്ഥ വന്നത്. അങ്ങനെ വളരെ വളരെ വിഷമകരമായ ഒരവസ്ഥയിലാണ് ആ കുടുംബം മിക്കത്. ദുനിയാവാണ് അല്ലാഹു തആല പല നിലക്കും പരീക്ഷിക്കരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് താങ്ങാനാകാത്ത പരീക്ഷണങ്ങൾ, മുസീബത്തുകൾ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ എന്ന് നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തേക്ക് വന്നുഭവിച്ച ആ മുസീബത്തിനെ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല നീക്കിക്കൊടുക്കുമാറാകട്ടെ. ശരിയായ നിലക്ക് സന്തോഷത്തോടെ ഈ ദുനിയാവിൽ എത്ര കാലം അല്ലാഹു തആല അങ്ങക്ക് ആയുസ് കണക്കാക്കിയറോ ആയുസ് കാലം മുഴുവനും സന്തോഷത്തോടെ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി അവരുടെ താഴത്തിലായി ജീവിച്ച് മുന്നോട്ട് പോകുവാൻ, ജീവിച്ച് മരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മദ്രസ, ഈ ദാറുൽ ഖൈർ മദ്രസയിൽ നാളെ നടക്കുന്ന പെണ്ണുങ്ങൾക്കുള്ള ദഅവാ കോഴ്സ്, അതിന് ഒരു എൻട്രൻസ് എക്സാമും കൂടി നാളെ ഇക്കറിട്ട് പ്രത്യേകമായി അറിയിക്കൊണ്ട് അതിന് ഉത്തരവാദപ്പെട്ടവർ ചൊന്നാറ് എല്ലാ ആ ക്ലാസ്സുകൾ പെണ്ണുങ്ങൾ ഇത് ശ്രദ്ധിക്കണം. നാളത്തെ ദിവസം ശനിയാഴ്ച അസർ നിസ്കാരത്തിന് പിന്നിൽ എൻട്രൻസ് എക്സാം ഇക്കറ്, അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്കായുള്ള സ്റ്റഡി ക്ലാസ് ഇക്കറ്, എല്ലാവരും അതിൽ ഭാഗഭാക്കാകണോട്ട് പ്രത്യേകമായി അറിയിച്ചുകൊള്ളരെ. പിന്നെ അവസാനമായിട്ട് നിങ്ങളുടെ ചൊല്ലുകൊണ്ടുള്ളത് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് ഈ ഖൈറായ ഈ ദിവസത്തിൽ അല്ലാഹുവിൻ്റെ ദീനിക്ക് വേണ്ടി അവൻ്റെ പള്ളിക്കായിട്ട് ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽകർമ്മങ്ങൾ പൂർണ്ണമായ പ്രതിഫലം നൽകി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾ, നമ്മളുടെ ഇടയിൽ തന്നെ എത്രയോ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കുടുംബത്തിൽ എത്രയോ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം കിട്ടുന്ന ഈ സന്ദർഭത്തിൽ നാം പ്രാർത്ഥിക്കാം. അവരുടെയും നമ്മുടെയും എല്ലാ ശാരീരികമായ മാനസികമായ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും ഈമാനും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം ഈമാനോടുകൂടി മരിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.